മകൾ വിഭജിക്കുകയും പേരക്കുട്ടി വൈഭവിയും മരിച്ചു കിടക്കുന്ന ഈ മണ്ണിലേക്ക് അവരുടെ മൃതദേഹം കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഭർത്താവായിട്ടുള്ള നിതീഷിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും വേണ്ടി ഇന്ന് രാവിലെയാണ് ശൈലജ ഷാർജയിലെത്തിയത്. ഷാർജ വിമാനത്താവളത്തിൽ ബന്ധുക്കളായിട്ടുള്ള ശ്രീജിത്തും സൌമ്യയും എത്തിയിരുന്നു. ശ്രീജിത്തിന്റെയും സൌമ്യയുടെയും വീട്ടിലേക്കാണ് വിമാനത്താവളത്തിൽ നിന്നും വന്നത്. അതിനുശേഷം ആദ്യം ഈ കോടതിയിൽ സമർപ്പിക്കേണ്ട അപേക്ഷയും മറ്റ് കാര്യങ്ങളുമൊക്കെ അറബിയിലും ഇംഗ്ലീഷിലും തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് നിയമജ്ഞരുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി. ഇതിപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓഫീസാണ്. ഇവിടെയാണ് ഇനി അവർ എത്തുക. കുറച്ചു സമയത്തിന് ശേഷം ഇവിടെ എത്തി അസോസിയേഷൻ ഭാരവാഹികളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ കോൺസുലേറ്റുമായുള്ള കൂടിയാലോചനകളും തയ്യാറാക്കിയിട്ടുണ്ട്. അതും പൂർത്തിയാക്കും. ഇന്ന് രാത്രിയോടുകൂടി വിഭജികയുടെ സഹോദരൻ വിനോദ് കൂടി കാനഡയിൽ നിന്നും എത്തും. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം, മൃതദേഹം വിട്ടുകിട്ടണം എന്നുള്ള നിതീഷിന്റെ ആവശ്യം അംഗീകരിക്കരുത്. ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാർഹിക പീഡന നിയമപ്രകാരം ശക്തമായിട്ടുള്ള നടപടി നിതീഷിനെതിരെ സ്വീകരിക്കണം. അത് നിയമ നടപടികൾ ഇവിടെ കൂടി ആരംഭിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായി പോലീസിൽ പരാതി നൽകുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഏതായാലും 1-2 ദിവസത്തിന്റെ ഉള്ളിൽ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇവരെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകൾ ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും, അമ്മയും സഹോദരനുമൊക്കെ ഇപ്പോൾ ഷാർജയിൽ എത്തിയിട്ടുള്ളത്. ഷാർജയിൽ നിന്നും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.